I'm Shri Arun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗീ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ തന്നെ നല്ലൊരു അടിപൊളി ഗീ റൈസ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു നെയ്ച്ചോറ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഗീ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു സബോള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു സബോള എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സബോള നമുക്ക് പറ്റാവുന്ന അത്ര നൈസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ആ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാകമായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം. ഞാൻ ഇതിൽ തന്നെയാണ് കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസും എല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇത് കരിഞ്ഞു പോകുന്ന പേടി ഉണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര കാഷ്നട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ കാഷ്നട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എന്തിന് കറിവേപ്പില ഗീ റൈസിൽ എന്നല്ലേ. പക്ഷെ കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗീ റൈസിന്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നോക്കി നോക്ക് കേട്ടോ ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളിയും അതുപോലെ ഈ കറിവേപ്പില എല്ലാം അതും നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഓയിൽ ഓൾറെഡി നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലായിരിക്കും. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ബൗളിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ല, ആ സെയിം ഓയിൽ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് നമ്മൾ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തതായതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലായിരിക്കും. അപ്പോൾ അത് തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ അല്ലേ. അപ്പോൾ ഞാനിവിടെ 2 ഏലക്ക, ഒരു പീസ് പട്ട, ഒരു വലിയ പീസ് 3 ആക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതുപോലെ 2 ഗ്രാമ്പു, ഒരു തക്കോലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ അനൈസ് ഇല്ലേ അതാണ്. അതുപോലെ കുറച്ച് ഷാ ജീരകം, കുറച്ച് പെരുംജീരകം. ഇതൊക്കെ ഒരു കൈയളവാണ് കേട്ടോ. അധികം സ്പൈസസ് കൂടിപ്പോയാലും നമുക്ക് റൈസ് കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് എല്ലാതും ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഡബിൾ ഹോഴ്സിൻ്റെ ജീരകശാല അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജീരകശാല, കൈമ റൈസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഗീ റൈസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഈ അരിയൊക്കെ ആ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെവ്വാൻ വേണ്ട വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോ അരികളും വെവ്വാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. സാധാരണ അരി വെവ്വാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ടു 2 കപ്പിൻ്റെ ഉള്ളിലുള്ള വെള്ളം ആവശ്യം വരാറുള്ളൂ. ഇപ്പം ഈ അരി വെവ്വാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ പുതിനയുടെ ഇല അരിഞ്ഞതുമാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഗീ റൈസിന്. ഒരു ചെറിയ പീസ് പൈനാപ്പിൾ ചെറിയതാക്കിയിട്ട് മുറിച്ച് കൊടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കണം കേട്ടോ ഉപ്പിൻ്റെ ടേസ്റ്റ്. എന്നാലാണ് അരിയൊക്കെ കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് വരുള്ളൂ.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലോണം തള വന്ന് കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ ഓരോ അരിയുടെയും കുക്കിംഗ് ടൈം ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്ര ടൈമാണ് നമ്മുടെ അരി വെവ്വാൻ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലില്ലേ, ഒനിയൻ ഫ്രൈ ചെയ്ത്, അതൊരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു സിമ്പിൾ ഗീ റൈസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഗീ റൈസ് ഇഷ്ടമായില്ലേ? ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരുന്ന പ്രശ്നമാണല്ലോ അരികളൊക്കെ ഒട്ടിപ്പിടിച്ച് പോവുക. ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് റൈസൊക്കെ കുക്കായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.5 to 2 കപ്പിൻ്റെ ഉള്ളിലാണ് ശരിക്കും മെഷർമെന്റ് വരിക ഓരോ റൈസിനും. അത് ചില കിട്ടുന്ന അരികളുടെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ വരും. ചില അരിക്ക് 1.5 മതി, ചിലതിന് 1.25. മാക്സിമം 2 കപ്പാണ് നെയ്ച്ചോറിന് സാധാരണ ഉണ്ടാക്കാവുന്ന ഒരളവ്. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.